ആവണി, ഒരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു. ആവണിയെ അയാൾ പുറത്തേക്ക് വിളിച്ചു. ആവണി പതിയെ പുറത്തേക്ക് വന്നു. ഈ സാഹചര്യത്തിൽ ഞാനിത് പറയാൻ പാടില്ല, പക്ഷേ എനിക്കിത് പറഞ്ഞേ പറ്റൂ. താൻ ഒറ്റയ്ക്കല്ല ഈ ലോകത്ത്. അമ്മ പോയി എന്നു കരുതി തളർന്നു പോകരുത്. തനിക്ക് എതിർപ്പില്ലെങ്കിൽ തൻ്റെ ജീവിതയാത്രയിൽ എന്നെയും കൂടി കൂട്ടാമോ? മുത്തു പറഞ്ഞു നിർത്തി. ഇതായിരിക്കാം ഇയാൾ പറയാൻ വന്നതെന്ന് ആവണിക്കു നേരത്തെ തന്നെ തോന്നിയിരുന്നു. ഇതിന് എന്തു മറുപടി താൻ കൊടുക്കും? ആവണി എന്തു പറയണമെന്നറിയാതെ ഉഴറി. കുറച്ചു നാളായി തനിക്ക് ഇയാളെ അറിയാം. ഒരു ദുസ്വഭാവവും ഇല്ലാത്ത ഒരു മനുഷ്യൻ. തെരുവിൽ ഒറ്റയ്ക്കായിപ്പോയ ഒരു പാവം പെൺകുട്ടിയോട് ആരും കാണിക്കാത്ത സ്നേഹം കാട്ടുന്നൊരു പച്ച മനുഷ്യൻ. ആവണിയുടെ വെപ്രാളം മുത്തുവിനെ അങ്കലാപ്പിലാക്കി. ഇപ്പോൾ താൻ മറുപടി പറയണ്ട, ആലോചിച്ച് തീരുമാനമെടുത്തോളൂ. ഞാൻ പിന്നെ വരാം. മുത്തു പോയതും ആവണി മെല്ലെ തൻ്റെ ഇരിപ്പിടത്തിൽ വന്നിരുന്നു. മറ്റുള്ളവരെല്ലാം ആകാംക്ഷയോടെ തന്നെ നോക്കുന്നത് അവൾ കണ്ടു. അവളത് കാര്യമായി എടുത്തില്ല. കാരണം പ്രണയം അവൾക്ക് 7 അയലത്ത് പോലും എത്തിയിട്ടില്ല എന്നതായിരുന്നു സത്യം. അയാളെ ഇടയ്ക്ക് കാണണം എന്ന് തോന്നാറുണ്ടായിരുന്നു. അതിനെ പ്രണയം എന്ന് നിർവചിക്കാമോ എന്നറിയില്ല. അവൾ വേഗം തന്നെ തൻ്റെ ജോലിയിൽ ഏർപ്പെട്ടു.